നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എണ്ണയാണ്. എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിൽ. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഇട്ടത്. ഇതിന് ഇപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ താരൻ്റെ ശല്യം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ശരിക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എണ്ണ. മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഈ ഒരു എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസവും തേക്കണം. നല്ല നീളവും വണ്ണവും ഒക്കെ വെക്കും. ഇതിങ്ങനെ ഒരുപാട് തലയിൽ നിറച്ചും കുഴച്ച് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് എണ്ണ മാത്രം എടുത്താൽ മതി. ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തോളം പിന്നെ നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ മതിയാകും. നമ്മൾ ഓൾറെഡി ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ഇപ്പോൾ തൊട്ട് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 3 ടിപ്സാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചാനായിട്ട് 1/4 കപ്പ് ഉലുവയാണ് കേട്ടോ എടുക്കുന്നത്. ഉലുവ വളരെ നല്ലതാണ് മുടിക്ക് മാത്രമല്ല ശരീരത്തിന് നല്ലതാണ്. കർക്കിടകത്തിലൊക്കെ നമ്മൾ കഞ്ഞി വെച്ചും പായസം വെച്ചും ഒക്കെ കഴിക്കുമല്ലോ. അത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അതൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ ഒക്കെ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ 2 മണിക്കൂറൊക്കെ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇലകളാണ്. ആദ്യം തന്നെ എടുക്കുന്നത് കയ്യൂന്നി കേട്ടോ. കയ്യൂന്നി, കഞ്ഞെണ്ണി എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല പേരുകൾ, വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ആ ഒരു ചെടി. അപ്പോൾ ഇതിൻ്റെ ഇല ഞാൻ കാണിച്ചു തരാം. ഇത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പൂവ് ഇതാ ഇതും കാണിച്ചു തരാം. ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ പറക്കണമെങ്കിൽ കണ്ടാൽ മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതിപ്പം എല്ലാ വീട്ടിലൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇത് സാധാരണ വയലിൽ സൈഡിലും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഒരു കയ്യൊന്നി ഉണ്ടാവുക. സാധാരണ ഞാൻ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ പറിച്ചൊക്കെ തരും. എന്നിട്ട് ഞാൻ അത് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ചെടി എടുത്ത് അങ്ങ് ഗ്രോ ബാഗിൽ നട്ടു വയ്ക്കും. അപ്പം അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു നന്നായിട്ട് കാട് പിടിക്കും. ഇത് കുറച്ചുണ്ടായാൽ മതി, പെട്ടെന്ന് നന്നായിട്ട് അങ്ങ് കാട് പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്രാവശ്യം അത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല എണ്ണ കാച്ചാൻ നോക്കുമ്പോൾ. അങ്ങനെ പിന്നെ ഞാനും സൈത്തണ്ണും കൂടെ എവിടെയോ പോയി, ഏതോ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ ചുമ്മാ വണ്ടി എടുത്ത് പോയി ഒരു വയലിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഇങ്ങനെ തപ്പുന്ന കണ്ട സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചു എന്താ തപ്പുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ വാ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ പറമ്പിൽ നിന്ന് അയാൾ പറിച്ചു തന്നു. നല്ലൊരു മനുഷ്യൻ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കയ്യൊന്നിയാണിത്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തണുപ്പാണ്. നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പല ചെടികൾക്കും പല പ്രകൃതമാണുള്ളത്. ചിലത് തണുപ്പായിരിക്കും, ചിലത് ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് തണുപ്പ് കൂടുതലുള്ളത് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോൾഡ് വരാനും നീരിറക്കം ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് കേട്ടോ ഉള്ള അളവാണ് ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് കഴുകി അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ വേരങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വേരിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ വേരിടാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ തൂക്കിയൊന്നും നോക്കാറില്ല. ഏകദേശം ഒരു ഇത്രയും അളവിൽ ഞാൻ എടുക്കുന്നുണ്ട്. വേണ്ട ഇത്രയും ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. അത് മതി. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുക്കുന്നത് മൈലാഞ്ചി ഇലയാണ്. ഇതന്നെ ഇപ്പം എല്ലാ സാധനങ്ങളും എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നൊന്നുമില്ല. എവിടെന്നെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് കൊണ്ടുവരും. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ, അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും. മൈലാഞ്ചിയിലും ഏകദേശം അതേ അളവിൽ അല്ല, ഇച്ചിരി കൂടുതൽ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മൈലാഞ്ചിയും തണുപ്പാണ്. പിന്നെ ഒരുപാട് ചെമ്പൻ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ ഇല കുറച്ചാലും കുഴപ്പമില്ല. അത് പക്ഷെ മൈലാഞ്ചിയില നല്ലതാണ് കേട്ടോ മുടി വളരാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്, അലോവേര ഇല്ലേ അത്. അപ്പോൾ അത് ഞാൻ ഒന്ന് മുറിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അതിനൊരു കറ ഇങ്ങനെ വരും, ഒരു മഞ്ഞ കളറിൽ കറ. അത് കളയണം. അത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുഖത്തൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ചൊറിയും. ചില സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ചൊറിച്ചിൽ വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കറ കളഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ എണ്ണയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നമുക്കിത് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അതിൻ്റെ കറ മുഴുവൻ ഇറങ്ങി അങ്ങ് പോകും. അതിനുശേഷം നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് മുഴുവനും എടുക്കുന്നില്ല കേട്ടോ, ചെറിയൊരു പീസ് മതി. അത് ഞാൻ മുറിച്ചെടുത്തതാണ്. അതിൻ്റെ 2 സൈഡിലും ഒരു മുള്ളു പോലത്തെ സംഭവമില്ല, അതങ്ങ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് അത് 2-3 കഷ്ണമായിട്ട് അങ്ങ് മുറിച്ചങ്ങ് ഇട്ട് വെക്കാം. അതിൻ്റെ പൾപ്പ് മാത്രമായിട്ടൊന്നും എടുക്കണ്ട, മൊത്തത്തിൽ അങ്ങോട്ട് അരയ്ക്കാനുള്ളതാണ്. ഞാൻ ചെറിയ കഷ്ണം ഇടാറുള്ളൂ, വേണമെങ്കിൽ വലിയ കഷ്ണം ഇടാം. കാരണം എനിക്ക് പെട്ടെന്ന് നീരിറങ്ങുകയൊക്കെ ചെയ്യും. കാരണം ഓരോരുത്തരുടെയും പ്രകൃതം ഓരോ ഡിഫറൻ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നീരിറങ്ങുന്നൊക്കെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തണുപ്പുള്ള സംഭവം അധികം ഉപയോഗിക്കാതിരിക്കുക. അല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല, കൂടുതലിട്ടാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം ഒന്ന് വാർന്നു വരട്ടെ. ഇനി നമ്മൾ എടുക്കുന്നതാണ് പൂവാങ്കുറുന്നില എന്ന് പറഞ്ഞ സംഭവം. ഇത് എല്ലാ പറമ്പിലും എവിടെയും കാടുപോലെ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ.
കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ യാതൊരു ആരോഗ്യവും ഇല്ലാത്ത പോലെയാണ് ഉണ്ടാവുക. ചെറിയ ചെറിയ വെള്ള പൂക്കളും ഒക്കെ ആയിട്ട് കുഞ്ഞി പൂക്കളായിരിക്കും. അതിൻ്റെ ഇല അധികം കുറവായിരിക്കും, തണ്ടും ഒക്കെ ആയിരിക്കും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടയിൽ പോയി കഴിഞ്ഞാൽ ഈ എല്ലാ ഇലകളും കിട്ടും കേട്ടോ അങ്ങാടിക്കടയിൽ നിന്ന്. വേണ്ട, ഇതാണ് സംഭവം. ഇത് കണ്ട ഉണങ്ങിയൊക്കെ ഇരിക്കും. ഇപ്പം നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഇപ്പം കുറച്ച് ഉണങ്ങിയത്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത് തന്നെ മതി. അതും നമുക്ക് അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഭയങ്കര കട്ടിയാണ് അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്കും അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിടുന്നത്. പിന്നെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇത് നമ്മൾ ഇട്ട് മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രമാത്രമാണ് അതിൻ്റെ ആ ഒരു ചൂടുള്ള ഒരു പ്രകൃതം എന്നുള്ളത്. കാരണം മിക്സിയിലിട്ട് ഇത് മിക്സിയുടെ ജാറ് തന്നെ ചൂടാവും. അത് അടിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതാണ് എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സംഭവം, പൂവാങ്കുറുന്നില. അപ്പോൾ അത് ഞാൻ ഈ തണുപ്പുള്ള സാധനത്തിൻ്റെയൊക്കെ ഏകദേശം അതിൻ്റെ 1/4 ഭാഗത്തോളം ഈ പൂവാങ്കുറുന്നില എടുക്കും. ഇതും മുടി വളർച്ചയ്ക്ക് വളരെ നല്ല ഒരു ചെടിയാണ് കേട്ടോ. പൂവാങ്കുറുന്നിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും ഞാൻ ചെയ്യാം. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, കാരണം നമുക്ക് ആ ഒരു അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കാരണം തണുപ്പുള്ള ചെടികളും ചൂടുള്ള ചെടികളും ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലെടുത്തിട്ടുണ്ട്. തണുപ്പുള്ളത് തന്നെയാണ്, എന്നാലും കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് തണുപ്പുള്ള സംഭവങ്ങളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂവാങ്കുറുന്നില ഈ ഒരു അളവിലാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പം ചെമ്പരത്തി പൂവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെമ്പരത്തി പൂവ്. അപ്പോൾ അത് അത്രയും ഇട്ടിട്ടുള്ളൂ. കുറച്ചുകൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ കൂടെ 2-3 ചെമ്പരത്തിയുടെ ഇലയും കൂടി ഇടുകയാണെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല. ചെമ്പരത്തിയും തണുപ്പാണ് കേട്ടോ. ഇലയൊക്കെ നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അറിയാലോ, നല്ല തണുപ്പാണ് തലയ്ക്ക് കിട്ടുന്നത്. ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ ആർക്കും തേക്കാവുന്ന ഒരു എണ്ണയാണ്. കാരണം നീരൊക്കെ ഇറങ്ങുന്ന പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് തേക്കാൻ പറ്റിയ എണ്ണയാണ്. ആ ഒരു തരത്തിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഇടാൻ പോണത് കറിവേപ്പില. അത് ഈ ഒരു അളവിലൊക്കെ ഇടുന്നുണ്ട്. എത്ര വേണേലും ഇടാം കേട്ടോ. നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടും, പിന്നെ നന്നായിട്ട് മുടി വളരുകയും ചെയ്യും കറിവേപ്പില. ഇപ്പോൾ എല്ലാ ഇലയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഇലകളൊക്കെ എടുത്ത് വെച്ച്, ഞാനിപ്പോൾ ചൂടും തണുപ്പൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കിട്ടിയ ഇലകളൊക്കെ വെച്ചിട്ട് വേണേലും ഉണ്ടാക്കാം. പക്ഷേ ഇതെല്ലാം കൂടെ ഇട്ടാലാണ് അത് നമ്മുടെ എണ്ണ പൂർണ്ണമാവുള്ളൂ. ഇനി നമ്മൾ എടുക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ്. ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ. അതും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കാരണം താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്കിന്നിൽ ഡിസീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വേപ്പിൻ്റെ ഇല. മുടി വളരാനും നല്ലതാണ്. നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. അറിയാമായിരിക്കുമല്ലോ, ഞാനതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിലോ വെച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ വേപ്പിൻ്റെ ഇലയും കൂടെ നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഈ ഇലകളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ എട്ടുകാലിയോ എന്തെങ്കിലും കീടങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ചിലപ്പം ഗുണത്തെക്കാളേറെ ദോഷമൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും മൈലാഞ്ചിയിലൊക്കെ ഉണ്ടാവും, എട്ടുകാലി വലയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കി നല്ല അതായിട്ടുള്ളത് തന്നെ എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് എല്ലാം ഒന്ന് എടുത്ത് അരച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ഇടാൻ പറ്റില്ല, നമുക്ക് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് അരച്ചെടുത്താം. അരച്ചെന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് തന്നെ ഇതിനകത്ത് ഇലയിൽ തന്നെ ഉണ്ടാവും വെള്ളം. ആ വെള്ളം കൊണ്ട് തന്നെ അതങ്ങ് അരഞ്ഞോളും. അങ്ങനെ ഒരുപാട് അങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോയിലായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ളതായാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, പൂവാങ്കുറുന്നില എടുത്ത് അരച്ചിട്ടുണ്ട്. കേട്ടോ, പൂവാങ്കുറുന്നിലയുടെ തണ്ടൊക്കെ അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബോൾഡായിട്ട് നിൽക്കും മുമ്പ്. അങ്ങനെ അങ്ങോട്ട് ഒതുക്കാൻ പറ്റൂല, എന്നാലും പറ്റുന്ന പോലെ നമുക്ക് ഒതുക്കിയെടുക്കാം. ഇനിതാ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും നമുക്ക് അരച്ചെടുക്കാം. ഉലുവ ഞാൻ സാധാരണ ഇലയുടെ കൂടെ ആയിട്ട് ഇട്ടിട്ട് അരയ്ക്കുക. അതിപ്പോൾ ഇല ആദ്യം അരച്ചു പോയി, ഇതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ നമുക്ക് കുറച്ച് ഇലയും കൂടി ഇട്ടിട്ട് അങ്ങ് അരയ്ക്കാം. കാരണം ഉലുവയിലൊന്നും വെള്ളമൊന്നും വരത്തില്ലല്ലോ, ഇലയ്ക്കാവുമ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് ഇലയും കൂടി എടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ച് എടുത്തിട്ടുണ്ട്. ഉലുവയും ചൂടാണ് കേട്ടോ. ഉലുവയൊക്കെ അരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ചൂടാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും മനസ്സിൽ ഒന്ന് കണക്കാക്കണം നമ്മൾ തണുപ്പുള്ള സംഭവങ്ങൾ എടുക്കും. കാരണം ഒരുപാട് ചൂടുള്ളത് മാത്രം കൂടുതലായാലും തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. തലയിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ചൂട് പറ്റില്ലല്ലോ. തലയിൽ നമുക്കൊരു തണുപ്പ് എന്തായാലും വേണം, നീരിറങ്ങാനും പാടില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ പ്രകൃതം അനുസരിച്ച് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ചിലർക്ക് എന്ത് തലയിലൊക്കെ താളിയൊക്കെ തേച്ച് വെച്ചാലൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്തവരുണ്ട്. അവർക്കാണെങ്കിൽ ഇത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അല്ലാത്തവർക്കും കൂടെ ചെയ്യാൻ, എന്നെപ്പോലെയുള്ളവർക്കും കൂടെ ഇതുപോലെ തന്നെയൊക്കെ തേക്കണ്ടേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ കുറേ കൂടെ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്റ്റീലിൻ്റെ പാത്രം എടുക്കണ്ട കേട്ടോ. കാരണം സ്റ്റീലാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഭയങ്കരമായിട്ട് ചൂടായിട്ടങ്ങ് പെട്ടെന്ന് ആയിപ്പോവും. അങ്ങനെ ആവരുത്. ഇത് വളരെ സമയമെടുത്ത് പതുക്കെ ഇരുന്ന് അതിൽ നിന്നുള്ള അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരണം. അപ്പോൾ അത്രയും കുറച്ച് കൂടുതൽ സമയമെടുത്ത് വേണം ഇത് ആക്കിയെടുക്കാനായിട്ട്. എണ്ണ വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇലകളും ഉലുവയും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി വളരെ നല്ലതാണ് മുടി വളരാനായിട്ട്. അപ്പോൾ അത് ഞാനൊരു 200 ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട്. എത്ര എടുത്താലും നല്ലതാണ്. ഇത്ര എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചെടുത്താലും മതി. അതിൻ്റെ കൂടെ നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും മുടി വളരാൻ നല്ല ഒരു സംഭവമാണ്. അപ്പോൾ ഒരു സവാളയാണ് ഞാൻ മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നീരിറക്കമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. കുറച്ച് കുരുമുളക് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊക്കെ പിടിക്കാൻ. കാരണം നമ്മൾ അരച്ചിട്ട സാധനങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് അടി പിടിക്കാൻ, കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ പിടിക്കരുത്. എന്നാൽ അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ തീ കുറച്ച് തന്നെ ഇടുക. ഗ്യാസിലാണെങ്കിലും തീ വളരെ കുറച്ച് തന്നെ ഇടുക. ഞാൻ ഗ്യാസ് അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾക്കിത് എടുക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് തിളപ്പിച്ച് എടുക്കരുത്. കുറേ സമയം എടുത്ത് പതുക്കെ ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് പതുക്കെ കുഞ്ഞ് തിളകൾ വരുന്ന തരത്തിൽ തിളച്ച് അതിൽ നിന്ന് ആ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ. തിളയൊക്കെ എല്ലായിടത്തും വരുന്നുണ്ടോയെന്ന് നോക്കണം. കാരണം സൈഡിലൊക്കെ തിളയില്ലാതെ ചിലപ്പോൾ വരും, നടു മാത്രം തീയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിപ്പോൾ തീയുടെ ചൂടിനനുസരിച്ചൊക്കെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ 1.25 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം 1 ലിറ്റർ എണ്ണ ആയതുകൊണ്ടാണ് ഈ സമയം വരുന്നത്. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പം 1/2 ലിറ്റർ വെച്ച് തന്നെ ഉണ്ടാക്കിയാൽ മതി. അത് ഉണ്ടാക്കി അതിൻ്റെ ആ ഒരു പാകമൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ 1 ലിറ്റർ എടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് കണ്ടോ, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്, നല്ല പച്ചക്കളറായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാകം നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും ഈ ഇലകളൊക്കെ. അപ്പോൾ ആ ഒരു പരുവം മതി. പുകഞ്ഞു പോകരുത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുകയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുകയൊക്കെ ഇങ്ങനെ പോകും, അത്രയും അധികം കരിഞ്ഞു പോകും, കരിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഗുണവും പോവും, പിന്നെ നമുക്ക് തേക്കാനും പറ്റില്ല. തേച്ചാൽ തലവേദനയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പാകം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് എടുക്കാം. 1/2 ലിറ്ററൊക്കെ ആണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആവും കേട്ടോ. അപ്പം ആയിട്ടുണ്ട്. ഞാൻ ഓഫാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ അവിടെ അങ്ങ് വെച്ചേക്കാം. ഒരു പേപ്പർ ഇട്ടിട്ട് അങ്ങ് അടച്ച് വെക്കുകയാണ്. കാരണം പ്ലേറ്റ് വെച്ച് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി വെള്ളം വീഴും. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. നമ്മൾ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്തതല്ലേ. ഇപ്പോൾ ഞാൻ രാത്രിയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. രാത്രി കഴിഞ്ഞിട്ട് ഇപ്പം രാവിലെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പാത്രം ഒന്ന് നന്നായിട്ട് തുടച്ച്, ഡ്രൈ ആയിരിക്കുന്നത് തന്നെയാണ്. നമ്മളൊന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യണം. ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിരുന്നാലും മതി. നമുക്ക് അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുതേ, കാരണം ഇത് കുറേ കാലം ഇരിക്കാനുള്ളതാണ്. അതിലേക്കൊരു വൃത്തിയുള്ള ഒരു തുണി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് ചൂടോടുകൂടി അതിനകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെയും അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു സത്ത് മുഴുവനും എണ്ണയിലോട്ട് ഇറങ്ങും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ 1 ലിറ്റർ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 1 വർഷമൊക്കെ ഞങ്ങൾക്ക് പിന്നെ എണ്ണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അത് മതിയാവും. എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം തേച്ചാൽ മതി ഈ ഒരു എണ്ണ. ഇത് നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് കുറച്ച് കുറയും കേട്ടോ. ഏകദേശം ഒരു 3/4 ലിറ്ററൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് സമയം അവിടെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആ എണ്ണയൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. അത് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ നല്ലത്, സൂക്ഷിച്ച് വെക്കാനായിട്ട്. നമ്മൾ ഡെയിലി എടുക്കാനുള്ളത് പിന്നെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടെ ചേർക്കണം. പച്ച കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരം നമ്മളിപ്പോൾ സാധാരണ അമ്പലത്തിലും ഇപ്പോൾ വീട്ടിലൊക്കെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ആരതി ഒഴിയാനൊക്കെ ആയിട്ട് കർപ്പൂരം വാങ്ങിച്ചു വെക്കുമല്ലോ. ആ കർപ്പൂരം എടുക്കണ്ട കേട്ടോ. അതായത് നല്ല കട്ട് ചെയ്ത് നല്ല ഷേപ്പിലൊക്കെ കിട്ടുന്ന കർപ്പൂരം ഉണ്ട്, അത് വേണ്ട. അങ്ങാടി കടയിലൊക്കെ കിട്ടും പച്ച കർപ്പൂരം വേണമെന്ന് പറഞ്ഞാൽ അവിടെ തരും. അത് നല്ല ഒറിജിനൽ കർപ്പൂരമായിരിക്കും. അത് അധികം വേണ്ട, ഒരു 3-4 കഷ്ണം മതി. അത് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കുത്തി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല മണമായിരിക്കും നമ്മുടെ എണ്ണയ്ക്ക്. അത് മാത്രമല്ല നീരിറങ്ങാതിരിക്കാനും വളരെ നല്ലതാണ്. അത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കുന്നത്. കാരണം പെട്ടെന്ന് നീരിറങ്ങുന്ന ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് അടച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒഴിച്ചു വെക്കാവുള്ളൂ. അത് ബാക്കിയുള്ള എണ്ണയുടെ ആ ഒരു വേസ്റ്റാണത്. നല്ല കരികരിപ്പോടുകൂടി തന്നെ നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. അത് നമുക്കിങ്ങനെ തന്നെ വെച്ചേക്കാം. ഒരു ദിവസം കൂടെ വെക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് പിന്നെയും ഊർന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ കാച്ചി. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഞാനത് എണ്ണ എടുക്കുന്നത് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഫേസ് വാഷിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പം ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. കൈവെള്ളയിൽ ഇത്രയും ഒഴിച്ചിട്ട് ഇത്ര മാത്രമേ ഞാൻ തലയിൽ തേക്കാറുള്ളൂ കേട്ടോ. ഇത് മാത്രം മതി. കൂടുതൽ തേച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ച് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് എടുത്ത് ബാക്കി
മുടിയിലും കൂടി അങ്ങ് തേക്കും. അപ്പം അല്ലാതെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലുള്ള മറ്റേ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത്, അതിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം. അപ്പം അതായിരുന്നു നമ്മുടെ ഹെയർ ഓയിലിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പണ്ടൊക്കെ ബ്രഹ്മി കൂടി ഇടാറുണ്ടായിരുന്നു കേട്ടോ. ബ്രഹ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഉപയോഗിക്കാം. കാരണം മുടി വളരാനൊക്കെ നല്ലതാണ്. നല്ല തണുപ്പാണ് കേട്ടോ ബ്രഹ്മി. അപ്പോൾ അതുകൊണ്ട് തണുപ്പിൻ്റെ ഉള്ള ചെടികളുടെ കൂടെ വേണം വെക്കാനായിട്ട്. അപ്പോൾ അത് പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ എല്ലാ ഇലകളും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ള ഇലകളൊക്കെ വെച്ചത് ഇപ്പോൾ മൈലാഞ്ചി, കറിവേപ്പിലൊക്കെ എന്തായാലും മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല. അതിൻ്റെ കൂടെ ഉലുവ എന്തായാലും ഉണ്ടാവും, ഉള്ളി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ നല്ല എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇലകളെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റും ചെയ്ത് നോക്കുക. ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓയിലെന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞു കേട്ടോ. പലരും എണ്ണയാണോ വെളിച്ചെണ്ണയാണോ എന്ന്. വെളിച്ചെണ്ണ മാത്രമേ എടുക്കാവുള്ളൂ നമ്മളിതിന്. ഇപ്പോൾ ഈ എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിലാണോ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നത് അതെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓയിലാണെങ്കിൽ കുറേ കൂടി എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ആ ഒരു മുടി കൊഴിച്ചിലും എല്ലാം. ആദ്യം നമ്മൾ എന്തും തലയിൽ തേക്കുമ്പോൾ കുറച്ചൊന്ന് മുടി കൊഴിയുന്ന പോലെയൊക്കെ തോന്നും. അതൊന്നും പേടിക്കൊന്നും വേണ്ട, പിന്നെ അങ്ങ് തന്നെ ശരിയായിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.